CPM മലബാറിൽ വെച്ച് നടത്തിയ ഒരു സെമിനാറിനെ പറ്റിയുള്ള ന്യൂസ് റിപ്പോർട്ട് കാണാം. മലബാറിലെ മുസ്ലിം വിഭാഗത്തിനെ പാർട്ടിയോട് അടുപ്പിക്കുന്നതിന്റെ ഭാഗമായി കണ്ണൂരിലായിരുന്നു CPM ആദ്യം മുസ്ലിം ന്യൂനപക്ഷ സെമിനാർ നടത്തിയത്. മുസ്ലിം സ്ത്രീകളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ സെമിനാറിൽ നമസ്കാര കുപ്പായവും പായയും വിതരണം ചെയ്തിരുന്നു. ഇതിന് സമാനമാണ് കാസർഗോഡ് നടന്ന സെമിനാറും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ള ഇരിപ്പിടങ്ങൾക്കിടയിൽ പ്രത്യേകം മറ സ്ഥാപിച്ച രൂപത്തിലാണ് വേദി ഒരുക്കിയിരുന്നത്. വിപ്ലവഗാനത്തിന് പകരം സെമിനാറിലുടനീളം മാപ്പിളപ്പാട്ടായിരുന്നു. പ്രതിനിധികൾക്ക് ഉച്ചയ്ക്ക് ബിരിയാണിയും. മലബാറിലെ മുസ്ലിം വിഭാഗത്തിന്റെ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളെയും ജന്മിത്വ വിരുദ്ധ സമരങ്ങളെയും എടുത്തുകാട്ടുന്നതായിരുന്നു സെമിനാർ. CPM പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പഴയ ഒരു സിനിമ ഓർമ്മ വരുന്നു, വിയറ്റ്നാം കോളനി. അതിലൊരു സീൻ നമുക്ക് കാണാം. ഇതിൽ കമ്പനിയാണ് പാർട്ടി, മോഹൻലാലാണ് പാർട്ടി നേതാവ്, വന്നിരിക്കുന്ന മുസ്ലിം ജനങ്ങളുടെ കൂട്ടമാണ് കോളനി. വ്യക്തമായില്ലല്ലേ? വ്യക്തമാക്കാം. സോക്കോൾഡ് പുരോഗമന പാർട്ടിയായ CPM എന്തിനാണ് മാപ്പിളപ്പാട്ട് പാടിയും നമസ്കാരക്കുപ്പായവും നിസ്കാരപ്പായവും കൊടുത്ത് മുസ്ലിങ്ങളെ സ്വീകരിക്കുന്നത്? എന്തിനാണ് മറ കെട്ടിത്തിരിച്ച് സ്ത്രീകളെയും പുരുഷന്മാരെയും രണ്ടായി വേർതിരിച്ചിരുത്തുന്നത്? പുതു ആശയങ്ങൾ നൽകിയും മതത്തിന്റെ വേലിക്കെട്ടുകളെല്ലാം തകർത്ത് മതേതരത്തിന്റെ പാതയിലേക്കല്ലേ അവരെ ആനയിക്കേണ്ടത്? ഈ വന്നിരിക്കുന്ന മുസ്ലിം ജനങ്ങളാണ് സിനിമയിലെ കോളനി എന്ന് പറഞ്ഞല്ലോ. 3 സെന്റ് സ്ഥലമാണ് ഇവരുടെ വോട്ട്. അതൊരു കോളനി പോലെ ഒരേ സ്ഥലത്തേക്കാണ് വോട്ട് വീഴുന്നത്. മേ ബി മുസ്ലിം ലീഗ് ആകാം. റാവുത്തർ, ജോൺസ്, റാങ്ക് എന്നിവരാണ് ഇവരെ ഭരിക്കുന്ന മതം. ഇവരിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിച്ച് അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ വിടാനുള്ള പവർ അല്ലെങ്കിൽ അവരെ കീഴ്പ്പെടുത്താൻ ഇവിടെ കമ്പനിയായ പാർട്ടിക്ക് കഴിയുന്നില്ല. സോ അതുകൊണ്ട് മതത്തെ അല്ലെങ്കിൽ വിയറ്റ്നാം കോളനിയിലെ ഗുണ്ടകളെ നിലനിർത്തി അതുപോലെ 3 സെന്റ് എന്ന വോട്ട് ബാങ്ക് മൊത്തമായി ഒരു കോളനിയായി CPMലേക്ക് എടുക്കാനാണ് കമ്പനി എന്ന പാർട്ടി മോഹൻലാൽ എന്ന പാർട്ടി നേതാവിലൂടെ നോക്കുന്നത്. ഈ 3 സെന്റ് സ്ഥലം എന്ന സ്വതന്ത്ര വിവേചന ബുദ്ധി ഈ മതത്തിന്റെ അണ്ടറിലാണ്. വിയറ്റ്നാം കോളനിയിലെ പോലെ ഇവർ ഭൗതികമായി ഒരു തടവറയിലാണെന്ന് ഇവരറിയുന്നില്ല. ജോൺസ്, റാങ്ക്, റാവുത്തർ എന്നീ മതഗുണ്ടകൾ തങ്ങളുടെ സംരക്ഷകരാണെന്നാണ് ഇവർ കരുതുന്നത്. കമ്പനി എന്ന പുരോഗമന പാർട്ടിക്കും ഇവരെ സ്വതന്ത്ര ചിന്താഗതിക്കാരാക്കാൻ ആഗ്രഹമില്ല. അങ്ങനെ സ്വതന്ത്രമായി ചിന്തിച്ചാൽ ആദ്യം എടുത്ത് വെളിയിൽ കളയുന്നത് ലോകം മുഴുവൻ തള്ളിക്കളഞ്ഞ പുരോഗമന ആശയത്തെയാണെന്ന് അവർക്കറിയാം. ദീപസ്തംഭം മഹാച്ചേര്, നമുക്കും കിട്ടണം വോട്ട്. കുറിയും കുരിശും ഇട്ടവരെ ഭിന്നിപ്പിച്ച് ഞങ്ങൾ നേടും, തട്ടവും തൊപ്പിയിട്ടവരെ ഒന്നിപ്പിച്ച് ഞങ്ങൾ നേടും. കൂടെ ജീവിക്കാൻ ഇനി ഞങ്ങൾക്ക് വയ്യ. ഈ കോളനി ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ചു തരണമെന്ന് പറയുന്നത് ഇവന്മാർക്ക് അവിടെയും പിരിവ് നടത്തി ജീവിക്കാനാ, സകല വൃത്തികേടുകളും ചെയ്യാൻ സ്ഥലമുണ്ടാക്കാനാ. ഇത്രയും കാലം ഞങ്ങളിൽ സഹിച്ചു, ഇനി സഹിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. എല്ലാരോടും കൂടിയാ പറയണത്. ഈ കോളനി ഇവിടുന്ന് വേറൊരിടത്തേക്ക് മാറ്റിത്തരാൻ ഞാൻ കമ്പനിയോട് പറയാൻ പോവുക. കമ്പനി അതിന് തയ്യാറായാൽ എല്ലാരും ഇവിടെ നിന്ന് ഒഴിയും. മനസ്സിലായോ? പോയിക്കോ.